മാലിന്യത്തിൽ നിന്നും മുന്തിരി മധുരവുമായി പാലക്കാട് നഗരസഭയുടെ പദ്ധതി ഏറെ ജനകീയവും ശ്രദ്ധേയവുമാവുന്നു. പാലക്കാട് നഗരസഭയുടെ മേലാമുറിയിലെ PHCക്ക് സമീപത്തെ ഹരിത പാർക്കാണ് മധുരമൂറും മുന്തിരിയുടെ വിളനിലമായിരിക്കുന്നത്. നഗരസഭയിലെ മാലിന്യം തള്ളി ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിച്ചിരുന്ന സ്ഥലമിപ്പോൾ മുന്തിരിവള്ളികളുടെ സുഗന്ധം പരത്തുകയാണ്. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലമായി 2.5 ടണ്ണിൽ കൂടുതൽ ചീഞ്ഞളിഞ്ഞ മാലിന്യം ഇവിടെ നിന്ന് മാറ്റി. സമീപത്തെ താമസക്കാരായ പരശുവും ഭാര്യ പാർവതിയും മാലിന്യം മാറ്റാൻ നഗരസഭ ആരോഗ്യ വിഭാഗത്തെ സഹായിച്ചു. ആരോഗ്യ വിഭാഗവും ഹരിതകർമ്മസേന വോളണ്ടിയർമാരും ശുചിയാക്കി നിലമൊരുക്കി. പൂച്ചെടി, പച്ചക്കറി, നിലക്കടല എന്നിവ വിളവിറക്കി. അതോടൊപ്പം മുന്തിരിവള്ളികളും നട്ടു. മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ് കായ്ച്ചു നിൽക്കുന്നത് കൗതുക കാഴ്ചയായി. അധ്വാനിച്ചവർക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുന്നതാണ് മുന്തിരിക്കാഴ്ച. ഒരു വർഷത്തിന് മേലെ ഒരു വർഷമായിട്ടുള്ളൂ. 10-ാം തീയതി. ഇതിപ്പോ ജൂലൈ അല്ലേ, ജൂലൈ 10-ാം തീയതിക്ക് ഒരു വർഷം. അങ്ങനെ ഭയങ്കര മാലിന്യ കൂമ്പാരവും വാഹനങ്ങൾ നിർത്തുന്ന ഒരു സ്ഥലമായിട്ടായിരുന്നു ഇതായിരുന്നത്. അതിനിപ്പോൾ നമ്മുടെ 2-ാം ഡിവിഷൻ ഹെൽത്തിലെ സാർമാരെല്ലാവരും കൂടെ ഇത് വൃത്തിയാക്കിയതാണ്. ഞങ്ങളെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇത്രയും ഗംഭീരമാവെന്ന് വിചാരിച്ചില്ല. പക്ഷെ സാർമാർക്ക് ഒരുപാട് ഇവിടെയുള്ള നിറയെ ജനപ്പെരുപ്പം കൂടുതലും വണ്ടി നിർത്താൻ സൗകര്യമുള്ള 15 സെന്റിൽ കൂടുതലുള്ള സ്ഥലമാണത്. അത് അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തി നമ്മുടെ 2-ാം ഡിവിഷൻ പാലക്കാട് നഗരസഭ 2-ാം ഡിവിഷനിൽ സാർമാർ, ബിജു സാറ്, അനിൽ സാറ്, പ്രശാന്ത് സാറ്, പിന്നെ ശ്രീജ മേഡം എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് ചീത്ത ആൾക്കാർ ഭീഷണി എന്താ പറയുക ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഭീഷണിയിലൊന്നും തളരാതെ അവർ 1.5 വർഷം 2 വർഷമായിട്ട് അവർ നല്ലോണം കഠിനാധ്വാനം. ഇന്ന് വേസ്റ്റ് ഇവിടെ അങ്ങനെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിറയെ വേസ്റ്റുകൾ അങ്ങാടി അടുത്താണ്. നിറയെ എത്ര നോക്കിയാലും ശരി അവർ രാത്രി പുലർച്ചയ്ക്ക് കൊണ്ടുവന്ന ചാക്കക്കണക്ക് വേസ്റ്റുകളും അഴുകിയ നായി, പൂച്ച, ചത്ത് അങ്ങനത്തെ ഉള്ള എല്ലാതും കൊണ്ടിട്ട് ഇവിടെ മാലിന്യ കൂമ്പാരമായിരുന്നു. ഞങ്ങൾക്ക് 3 കൂടും ഇവിടെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. നഗരസഭയിൽ നിന്ന് ആളിനെ വിട്ട് വൃത്തിയാക്കി. അതിന്നൊരു മോചനമായിട്ട് സാർമാർ വന്നു അവിടെ അറിയിച്ചു. പിന്നെ കമ്പി വേലി ആദ്യം കെട്ടി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇതാക്കി മണ്ണൊക്കെ നിറയെ ടണ്ണ് കണക്ക് മണ്ണുകളാണ് കൊണ്ടുവന്നിട്ട് ഇത്രയും ഭംഗിയാവുമെന്ന് വിചാരിച്ചില്ല. സാർമാരിൻ്റെ കഠിനാധ്വാനവും ഞങ്ങളും കുറേ കഷ്ടപ്പെട്ടു. വെള്ളമൊക്കെ നനയ്ക്കും. വേനൽക്കാലത്ത് തൊട്ട വീട്ടുകാർ നല്ല സഹകരണമുണ്ട്. അവരും വെള്ളങ്ങളൊക്കെ തന്ന് സഹായിച്ചു. കടലയുണ്ട്, മുന്തിരി, വഴുതിരിങ്ങ, ചീര, വാഴ, ഫാഷൻ. തുടർന്ന് ഇതേപോലെ തന്നെ പോകണം തന്നെയാണ്. ഇനിയും ഒരുപാട് ചെടികൾ സംഭവങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ലപോലെ ഇതേപോലെ തന്നെ ഹരിത പാർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. സാറുമാരും അതിനനുസരിച്ച് ഞങ്ങളും വെള്ളം ഒഴിച്ച് സഹകരിക്കുന്നുണ്ട്. സാറുമാരും ചെടികൾ കൊണ്ടുവന്നിട്ട് പുതിയതായിട്ട് ഓരോ ചെടികൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. സാറുമാർ ആയതുകൊണ്ടാണ് ഇത്രയും ഇതായത്. ഈ മുനിസിപ്പാലിറ്റി തന്നെ ആദ്യമായിട്ടാണ് ഹരിത പാർക്ക് ഇവിടെ ഡിവിഷൻ 2-ലാണ് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ വെള്ളമൊഴിക്കും, വൈകുന്നേരം ഇവിടെ ഞങ്ങൾക്ക് പൈപ്പും സൗകര്യങ്ങളൊക്കെ സാറുമാരാണ് ആക്കി തന്നത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേസ്റ്റ് പിരിക്കാനുള്ള ഷീറ്റും അങ്ങനെ വെയിലത്തായിരുന്നു ആദ്യം ഈ വേസ്റ്റൊക്കെ അങ്ങനെ കുന്നുകൂടി കിടന്നിട്ടുണ്ടായിരുന്നു. തുറന്ന സ്ഥലമായതുകൊണ്ട് വേറെ ആൾക്കാരൊക്കെ വന്ന് വേസ്റ്റ് ഇടും, നമുക്കതൊന്നും അറിയില്ല. അപ്പോൾ അവരാണ് ഈ കമ്പി വേലി കെട്ടിത്തന്ന ഹരിത പാർക്കും സാറുമാരാണ് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റ് റൂം, ബാത്റൂം എല്ലാം ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. നഗരത്തിലെ മാലിന്യ സ്ഥലങ്ങളെല്ലാം ശുചിയാക്കി പൂന്തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭാ അധികാരികൾ. UTV ന്യൂസ്, പാലക്കാട്.